കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ പിറന്ന നാട്ടിൽ നിന്ന് തൻ്റെ ആളുകളോടൊപ്പം യാത്ര പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, നമ്മൾ പോകുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൂടി നമ്മൾ കൊണ്ടുപോകണം എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ടു പോയിരുന്നു. മരിക്കുന്നതിന് മുമ്പാണ് ഈ വസിയത്ത് ചെയ്തത്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, എവിടെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ? ആ നാട്ടുകാർ പറഞ്ഞു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ എവിടെയാണെന്ന് ഞങ്ങളിൽപ്പെട്ട ഒരു വൃദ്ധയ്ക്ക് മാത്രമേ അറിയൂ, മറ്റാർക്കും അറിയില്ല. എങ്കിൽ ആ വൃദ്ധയെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ആ വൃദ്ധ പ്രായാധിക്യം കൊണ്ട് അവശയായ മരണത്തെ പ്രതീക്ഷിച്ചു കഴിയുന്ന ഒരു വൃദ്ധയായിരുന്നു. ആ വൃദ്ധയെ കൊണ്ടുവന്നു. അവരോട് ചോദിച്ചു, എവിടെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ? അപ്പോൾ ആ വൃദ്ധ ഒരു ഡിമാൻഡ് വെച്ചു, ഒരാവശ്യം അവർക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിൽ വെക്കുകയുണ്ടായി. എവിടെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ എന്ന് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ താങ്കളോടൊപ്പം സ്വർഗത്തിലുള്ള സഹവാസം എനിക്ക് ഉറപ്പു തരണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി മൂസാ നബി അലൈഹി ഇസ്ലാമിന്, താങ്കൾ ആ വൃദ്ധയ്ക്ക് സ്വർഗത്തിൽ താങ്കളോടൊപ്പമുള്ള സഹവാസം ഉറപ്പു നൽകുക. അങ്ങനെ ഉറപ്പു നൽകിയപ്പോൾ ആ വൃദ്ധ ഒരു ജലാശയത്തിനരികിലേക്ക് അവരെ കൊണ്ടുപോയി. ആ ജലാശയം വറ്റിക്കാൻ പറഞ്ഞു. ആ വറ്റിച്ചിട്ട് ആ ജലാശയം, ആ കുളം കുഴിക്കാൻ വേണ്ടി പറഞ്ഞു. ആ കുഴിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മയ്യിത്ത് അവിടെ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. പ്രവാചകന്മാരുടെ മയ്യിത്തുകൾ മണ്ണിൽ ലയിച്ചു പോവുകയില്ല, മണ്ണിൽ അലിഞ്ഞു പോവുകയില്ല, പുഴുക്കൾ തിന്ന് ജീർണിച്ചു പോവുകയില്ല. അങ്ങനെ ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മയ്യത്തും കൂടി ആണ് മൂസാ നബി അലൈഹി ഇസ്ലാമും തൻ്റെ ജനതയും ഈജിപ്തിൽ നിന്ന് യാത്ര പോയത്. അപ്പോൾ ആ വൃദ്ധ തനിക്കറിയാവുന്ന ഒരു കാര്യം മൂസാ നബി അലൈഹി ഇസ്ലാമിന് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നോട്ട് വച്ച ഒരു ആവശ്യം എന്താണ്? അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, സ്വർഗത്തിൽ താങ്കളോടൊപ്പമുള്ള സഹവാസം ഏറ്റവും ഉത്കൃഷ്ടമായൊരാഗ്രഹമാണ്, ഏറ്റവും ഉദാത്തമായൊരാഗ്രഹം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ രീതിയിലാണ് ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിനെ കാണണം, സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഹവസിക്കണം. ഇത്തരത്തിലുള്ള ഉത്കൃഷ്ടമായ ആഗ്രഹങ്ങളാണ് നമ്മൾ പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. വളരെ നൈമിഷികമായ ആഗ്രഹങ്ങളല്ല നമ്മൾ ജീവിതത്തിൽ പ്രധാനമായി കണക്കാക്കുകയും വച്ചു പുലർത്തുകയും ചെയ്യേണ്ടത്. ആഖിറത്തിൽ അള്ളാഹു നൽകുന്ന ഉദാത്തമായ സമ്മാനങ്ങൾ, ആ വലിയ പ്രതിഫലം, അത് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായത് ആഗ്രഹിക്കണം. കാരണം അള്ളാഹു ഉന്നതമായതാണ് ഇഷ്ടപ്പെടുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മആലിയൽ ഉമൂറ അസ്റാഫിഹ, തീർച്ചയായും അള്ളാഹു കാര്യങ്ങളിൽ ഏറ്റവും ഉന്നതമായതും ഉത്കൃഷ്ടമായതുമാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഏറ്റവും ഉന്നതമായതും ഉത്കൃഷ്ടമായതുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മളും ഏറ്റവും ഉന്നതമായതും ഉത്കൃഷ്ടമായതും ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ചോദിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ ഫിർദൗസ് ചോദിക്കാൻ വേണ്ടി നമ്മളോട് പഠിപ്പിക്കുകയുണ്ടായി. വെറുതെ നമ്മൾ സ്വർഗം ചോദിക്കുകയല്ല ചോദിക്കേണ്ടത്, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായത് ചോദിക്കണം. അതാണ് ഫിർദൗസുൽ അഅല, ഉന്നതമായ ഫിർദൗസ്. എന്ന് മാത്രമല്ല, ലാ യഖൂലു യാ റബ്ബി അഅ്തിനിൽ ജന്നത്ത് ഫഖത്ത്, വെറുതെ നിങ്ങൾ സ്വർഗം മാത്രം ചോദിക്കരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായതും ശ്രേഷ്ഠമായതുമാണ് ഫിർദൗസ് എന്നുള്ളത്.
ആ സ്വർഗത്തിൻ്റെ മധ്യത്തിലാണ് ഫിർദൗസ്. അതിൻ്റെ മേൽക്കൂര അള്ളാഹുവിൻ്റെ അർഷാണ്. ഈ ഫിർദൗസ് എന്ന സ്വർഗത്തിൻ്റെ അവിടെ നിന്നാണ് സ്വർഗീയ നദികൾ ഉത്ഭവിക്കുന്നത്. അങ്ങനെയുള്ള ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ സ്വർഗം ഫിർദൗസ് എന്ന സ്വർഗം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ദുനിയാവിൽ ആഖിറത്തിൽ ഏറ്റവും ഉന്നതമായി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദുനിയാവിലെ ജീവിതത്തിലും ഉന്നതമായതും ഉത്കൃഷ്ടമായതും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ദുനിയാവിലുള്ളത് നൈമിഷികമാണ്, എപ്പോഴും നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ആഖിറത്തിലെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മഹത്തായ പ്രതിഫലത്തിനാണ്. ഇമാം ഇബ്നു കസീർ ഇത് സംബന്ധിച്ച് ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പങ്കുകച്ചവടക്കായ രണ്ട് പേർ, ഷെയർ ബിസിനസ് ചെയ്ത 2 പേർ അവർ കച്ചവടം അവസാനിപ്പിച്ച് പിരിഞ്ഞപ്പോൾ അവർക്ക് 2 പേർക്കും 4000 ദിർഹം വീതം ലഭിച്ചു. അങ്ങനെ ആ ലഭിച്ച 4000 ദിർഹം അതിൽ നിന്ന് ഒരാൾ 1000 ദിർഹം കൊടുത്തുകൊണ്ട് ഒരു നല്ല വീട് വാങ്ങി. അങ്ങനെ വീട് വാങ്ങിയപ്പോൾ ഇത് അറിഞ്ഞ മറ്റേയാൾ 1000 ദീനാർ സ്വതക്ക ചെയ്തുകൊണ്ട് സ്വർഗത്തിലൊരു വീട് തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നീട് അദ്ദേഹം ആ ഒന്നാമത്തെ ആള് വീണ്ടും 1000 ദീനാർ നൽകിക്കൊണ്ട് ഒരു സുന്ദരിയായ സ്ത്രീയെ വിവാഹം ചെയ്തു. ഈ വിവരം അറിഞ്ഞ മറ്റേയാള് 1000 ദീനാർ ദാനം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ എനിക്ക് ഒരു സ്വർഗ സ്ത്രീയെ ഹൂറുൽ ഈനെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. പിന്നീട് ബാക്കിയുള്ള 2000 ദീനാർ കൊടുത്ത് ഒന്നാമത്തെ ആള് 2 തോട്ടങ്ങൾ വാങ്ങി ദുനിയാവിലെ ജീവിതം സന്തോഷകരമാകുന്നതിന് വേണ്ടി. അപ്പോൾ ഇതറിഞ്ഞ രണ്ടാമത്തെ ആള് സ്വർഗത്തിൽ 2 തോട്ടങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2000 ദീനാർ ദാനം ചെയ്തു എന്ന് ഇമാം ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 2 പേരും ലോകത്തോട് വിട പറഞ്ഞുപോയി. ഒന്നാമത്തെ ആൾക്ക് ദുനിയാവിൽ ലഭിച്ചു, പക്ഷേ ആഖിറത്തിൽ ഒന്നും ലഭിച്ചില്ല. കാരണം ആഖിറത്തിന് വേണ്ടി അയാൾ ഒന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ ആളാകട്ടെ അദ്ദേഹത്തിലുണ്ടായിരുന്ന മുഴുവൻ ചെലവഴിച്ചത് ആഖിറത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആഖിറത്തിൽ അദ്ദേഹത്തിന് സ്വർഗം ലഭിച്ചു. അദ്ദേഹത്തിന് സ്വർഗം ലഭിച്ചു. അപ്പോൾ ഈ രീതിയിലാണ് മനുഷ്യർ പ്രവർത്തിക്കേണ്ടത്. രണ്ടാമത്തെ ആളുടെ മാതൃക ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. അദ്ദേഹത്തിന് ദുനിയാവും ലഭിച്ചു, ആഖിറവും ലഭിച്ചു എന്നുള്ളതാണ്. സൂറത്തു സാഫാത്തിൽ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഇതുപോലെ പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയേണ്ടത്. രണ്ടാമത്തെ ആളെ നമ്മൾ മാതൃകയാക്കണം. കാരണം ദുനിയാവിലെ ജീവിതം എന്നുള്ളത് നൈമിഷികമാണ്, എപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്, ശാശ്വതമായിട്ടുള്ള ആഖിറമാണ്. അപ്പോഴും നമ്മൾ ഐഹിക ജീവിതത്തെ അവഗണിക്കേണ്ടതില്ല. ഐഹിക ജീവിതത്തെ അവഗണിക്കുവാൻ അല്ലാഹു റസൂല് പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനൽ റിസ്ഖ്. തൻ്റെ അടിമകൾക്കായി അല്ലാഹു ഉൽപ്പാദിപ്പിച്ച അലങ്കാരങ്ങളും അതുപോലെ തന്നെ ഉത്തമ ആഹാരങ്ങളും ആരാണ് നിഷിദ്ധമാക്കിയത്? ഐഹിക ലോകത്ത് അല്ലാഹു മനുഷ്യർക്ക് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് നാം സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു. അതുകൊണ്ട് തന്നെ ഐഹിക ലോകത്തെ അല്ലാഹു ഹലാലാക്കിയ ഒരു വിഭവങ്ങളും ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. നല്ല വസ്ത്രം ധരിക്കാം, നല്ല വാഹനം ഉപയോഗിക്കാം, നല്ല വീട് പണിയാം. ഐഹിക ലോകത്തെ വിഭവങ്ങൾ ആഡംബരങ്ങളില്ലാതെ, ധൂർത്തില്ലാതെ, നിഷിദ്ധമല്ലാത്ത രീതിയിൽ മനുഷ്യന് ഉപയോഗപ്പെടുത്താം. അതിനൊന്നും യാതൊരുവിധ തടസ്സവുമില്ല. ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ
വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ്. ഈ ഭൗതിക ലോകത്തെ ഈ കാര്യങ്ങളെല്ലാം വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ്. ഖാലിസത്തൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഇത് വിശ്വാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ദുനിയാവിലെ വിഭവങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, എല്ലാവർക്കും അതിൻ്റെ വിഹിതമുണ്ട്, ഓഹരിയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ ഐഹിക പാരത്രിക ലോകത്ത് വിശ്വാസികൾക്ക് മാത്രമാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുക. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ, അറിവുള്ളവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹു ഇത്തരത്തിൽ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, വിശദീകരിക്കുകയാണ്. ഐഹിക ലോകത്തും നമുക്ക് സുഭിക്ഷമായ ക്ഷേമം നിറഞ്ഞൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ക്ലേശകരമായ ജീവിതം നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല. ദുനിയാവിലും ആഖിറത്തിലും ഹസനത്തിനെ ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ, ആഖിറത്തിലും നന്മ നൽകണമേ. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നാണ് വിശ്വാസികൾ ദുആ ചെയ്യേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമ്മൾ ഇന്ന് വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യം വലിയ അടിച്ചമർത്തലുകൾക്ക് വിശ്വാസികൾ വിധേയമായി കൊണ്ടിരിക്കുന്ന പ്രതികൂലമായ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ നമ്മൾ ഇത്തരത്തിൽ ഈ ഐഹിക ലോകത്ത് നന്മ ആഗ്രഹിക്കും? അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയ ഒരു സമൂഹം, അതുപോലെ ഉദ്യോഗ തലങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സമൂഹം, അവരുടെ പ്രാതിനിധ്യം വളരെ നാമമാത്രമായി ചുരുങ്ങിയ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ ഈ ദുനിയാവിൽ ഉത്കൃഷ്ടമായത് ആഗ്രഹിക്കും, ഉന്നതമായത് ആഗ്രഹിക്കും എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടാകും. ഈ വലിയൊരു ദുരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയുക, ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുക എന്നുള്ള സംശയങ്ങളുണ്ടാകും, ആശങ്കകളുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. ഇതിലേറെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു സമൂഹം നമുക്ക് മാതൃകയായി മുമ്പ് ജീവിച്ചു പോയിട്ടുണ്ട്. ഇതിലേറെ കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴും തളരാതെ പതറാതെ പ്രതീക്ഷയോടെ അള്ളാഹുവിലെല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് തവക്കുലാക്കി മുന്നോട്ട് പോയ മഹാന്മാരുടെ ചരിത്രം നമുക്ക് മുന്നിൽ മാതൃകയായിട്ടുണ്ട്. ഫിർഔനിന്റെ അതിഭീകരമായ അടിച്ചമർത്തലുകൾക്കെതിരെ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾ നടത്തി ബനു ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ആ അടിച്ചമർത്തലിൽ നിന്ന് മോചിപ്പിച്ച മൂസ നബി അലൈഹി സ്വലാം പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ മുന്നോട്ട് പോയ വലിയ മാതൃക സൃഷ്ടിച്ച ഒരു പ്രവാചകനാണ്. അതുപോലെ തന്നെ നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും ആ പ്രതിസന്ധികൾക്ക് നടുവിലും ഇതിൽ നിന്ന് മോചനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മുന്നോട്ട് നയിച്ചതെങ്കിൽ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ട് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോയ യൂനുസ് നബി അലൈഹി ഇസ്ലാം ആ മത്സ്യവയറ്റിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഅബ് അബീ താലിബിൽ സ്വന്തം ജനതയാൽ ബഹിഷ്കൃതരായ ഉപരോധങ്ങൾക്ക് വിധേയരായിട്ട് ഭക്ഷണമില്ലാതെ ഒട്ടിയ വയറും ദാഹിച്ച് വരണ്ട തൊണ്ടയുമായിട്ട് വിശപ്പടക്കാൻ ഒരു ഭക്ഷണമില്ലാതെ കാട്ടിൽ നിന്നുള്ള കായ്കനികളും പക്ഷികളും ഭക്ഷിച്ചുകൊണ്ട് ദാരിദ്ര്യത്തോട് പടവെട്ടിക്കൊണ്ട് ജീവിച്ചുപോയ നിരവധി വർഷങ്ങൾ ഉണ്ടായിരുന്നു. ആ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും വർഷങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശനായില്ല. ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന നല്ലൊരു നാളുകൾ വരുമെന്നുള്ള പ്രതീക്ഷയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നോട്ട് നയിച്ചത്. ഉമയ്യത്തിന്റെ ചാട്ടവാറടിയേറ്റ് പിടയുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു ഈ മർദ്ദനങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. അതുപോലെ നമുക്കും ഈ അടുത്ത കാലഘട്ടത്തിലും ഇത്തരത്തിൽ ക്ഷമയുടെയും സഹനത്തിന്റെയും വഴിയിൽ ഉജ്ജ്വലമായ മാതൃക സൃഷ്ടിച്ച നിരവധി മനുഷ്യര് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10 വർഷക്കാലം ഒരു തെറ്റും ചെയ്യാതെ കുറ്റം തെളിയിക്കപ്പെടാതെ നിരപരാധിയായ അബ്ദുൽ നാസർ മഅദിനി കോയമ്പത്തൂർ ജയിലിൽ അടക്കപ്പെട്ടു. അദ്ദേഹം തകർന്നില്ല. അദ്ദേഹത്തിന്റെ ആദർശം അദ്ദേഹം വള്ളിച്ചെറിഞ്ഞില്ല. ധീരമായി അദ്ദേഹം മുന്നോട്ട് പോയി. ഒടുവിൽ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. പിന്നീട് ബംഗളൂരു സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. അവിടെയും ഇന്ന് വരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ മനുഷ്യൻ 10 വർഷമാണ് ഒരു കുറ്റവും ചെയ്യാതെ, കുറ്റം തെളിയിക്കപ്പെടാതെ വിചാരണ തടവുകാരായി ആ ജയിലിൽ അടക്കപ്പെട്ടത്. കഴിഞ്ഞ 17 വർഷമായി ഇതേ കേസിൽ
മലപ്പുറം പരപ്പനങ്ങാട് സ്വദേശിയായ സക്കരിയ എന്ന സഹോദരൻ ഇന്നും ജയിലിലാണ്. അദ്ദേഹത്തിന് മോചനം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ജാമ്യം പോലും നിഷേധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന, ജയിലുകൾ അടക്കപ്പെട്ടിട്ട് നിരപരാധികളായ തടവ് ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യർ അവരെല്ലാം എന്താണ്? അവരുടെ ആദർശം വലിച്ചെറിയാതെ ആ സത്യമാണെന്ന് ബോധ്യപ്പെട്ട ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് നീതി പുലരുന്ന നല്ല നാൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അചഞ്ചലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അവരെല്ലാം ജയിലറകളിലാണ്. മോചനം ലഭിച്ചിട്ടില്ല. അവരെന്താണ് ചെയ്ത് തെറ്റെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരു കോടതിയും അവരെ ശിക്ഷിച്ചിട്ടില്ല. എന്നിട്ടും കാരുണ്യപ്പുകൾ അഴിക്കലിൽ ആ നിരപരാധികളായ മനുഷ്യര് തടവറകളിൽ അടക്കപ്പെട്ട് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോഴും അവർ നീതി പുലരുന്ന ഒരു പുതിയ പ്രഭാതത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൗരത്വ പ്രക്ഷോഭത്തിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട ഉമർ ഖാലിദ്, JNU മുൻ വിദ്യാർത്ഥി നേതാവായ ഉമർ ഖാലിദ്, അതുപോലെ തന്നെ ഷർജിൽ ഇമാം, അദ്ദേഹം ഗവേഷകനും ആക്ടിവിസ്റ്റുമാണ്. അവരും ഇന്ന് ജയിലിലാണ്. നമുക്ക് വേണ്ടിയാണ് അവർ സമരം ചെയ്തത് ഡൽഹിയിൽ. അവരുടെ മോചനത്തിന് വേണ്ടി നമ്മളെല്ലാം ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജയിലറകളിൽ അടക്കപ്പെട്ട് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഇതൊന്നും നമ്മളെ നിരാശപ്പെടുത്തേണ്ടതില്ല. അതാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ മക്കളോട് പറയുന്നുണ്ട്, വലാ തയസൂ മിൻ റൗഹില്ലാ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ പറ്റി നിരാശരാകരുത്. ഇന്നഹു ലാ യയസു മിൻ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളല്ലാതെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിരാശരാകുകയില്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാകുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 87-ാമത്തെ ആയത്തിൽ പറയുന്നത് നമുക്ക് വലിയ പ്രചോദനമാകേണ്ടതാണ്. നമ്മൾ നിരാശരാകാതെ മുന്നോട്ട് പോവുക. നീതി പുലരുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാജ്യം വലിയ കലുഷിതമായ നീതി നിഷേധങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ കഴിഞ്ഞ ജൂൺ 20 ആരംഭിച്ച വലിയ പ്രക്ഷോഭം, അഭിജിത് കെ എന്ന ഒരു സഹോദരൻ്റെ, ഒരു വിദ്യാർത്ഥിയുടെ, യുവാവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വലിയ പ്രക്ഷോഭം ഇന്ന് രാജ്യത്തെ മുഴുവൻ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രക്ഷോഭമായി മാറിയ ഒരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്ഷോഭത്തിന് മുന്നിൽ നമ്മുടെ ഈ മർദ്ദക ഭരണകൂടങ്ങൾ കടപുഴകി വീഴുമെന്നുള്ള കാര്യത്തിന് ചരിത്രം സാക്ഷിയാണ്. ഇന്നലകളിൽ നിരവധി മർദ്ദക ഭരണകൂടങ്ങൾ ചരിത്രത്തിലെ ഇന്നലകളിൽ പിഴുതെറിയപ്പെട്ടിട്ടുണ്ട്. ജനകീയ മുന്നേറ്റങ്ങൾക്ക് മുമ്പിൽ കടപുഴകിയിട്ടുണ്ട്. എങ്കിൽ ഇന്ന് രാജ്യത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുമ്പിൽ രാജ്യത്തെ ഈ മർദ്ദക ഭരണകൂടം കടപുഴകുക തന്നെ ചെയ്യും, വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും, പിഴുതെറിയപ്പെടുക തന്നെ ചെയ്യും. എല്ലാ അടിച്ചമർത്തലുകളും അവസാനിക്കും, വിവേചനങ്ങളില്ലാതാകും, നീതിയും സത്യവും പുലരുന്ന ഒരു പുതിയ പ്രഭാതം ഉദിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് മർദ്ദക ഭരണകൂടങ്ങൾ ഈ വലിച്ചെറിയപ്പെട്ടിട്ട് കടപുഴകി വീഴുന്ന ഒരു നാൾ, പുതിയ പ്രഭാതം വിടരുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. വിശ്വാസികൾ പ്രതീക്ഷയുള്ളവരാകുക. അള്ളാഹുവിൻ്റെ സഹായം ഇതാ നമുക്ക് അടുത്തെത്തിയിരിക്കുന്നു, സമീപസ്ഥമായിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീതി നിഷേധിക്കപ്പെട്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രാന്തവൽക്കരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെടുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും അള്ളാഹു നീതിയും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.